മോർണിംഗ് ഓൾ. എനിവേ സോഡിയക് അക്കാഡമിയിലെ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം DHS സ്റ്റാഫ് നഴ്സ് കോൾ ഫോർ ചെയ്തിരിക്കുന്നു. ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc, MSc നഴ്സിംഗ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആണ് തീർച്ചയായും അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യു നെവർ ഡിപ്പെൻഡ് ഓൺ ദ സിലബസ് ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. അതിന് വൈഡ് റീഡിങ് വേണം. ഓരോ ഡേ ബൈ ഡേ നിങ്ങൾ അമെൻമെൻറ്റ്സ് ആർ കമ്മിങ്, ചേഞ്ചസ് ആർ കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെൻറ്റ് മോഡിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാരണം വൈഡ് റീഡിങ് നടത്തുക. സിലബസ് ബേസ് ചെയ്ത് നോക്കിയിരിക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന ഹൈലൈറ്റ്സുകളെല്ലാം സെപ്പറേറ്റ് നോട്ടുകളായിട്ട് എഴുതി ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ന്യൂറോളജി പഠിക്കുമ്പോൾ ന്യൂറോളജിക്ക് ഒരു നോട്ട്ബുക്ക്, നെഫ്രോളജി പഠിക്കുമ്പോൾ നെഫ്രോളജിക്ക് ഒരു നോട്ട്ബുക്ക്, അങ്ങനെ ഓരോന്ന് എഴുതി വയ്ക്കുക. ഒരു ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് നോർമൽ വാല്യൂസ് എല്ലാം പ്രത്യേകം എഴുതുക. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് 6 months or 5 months, whatever may be the time you are getting, definitely you will get a number of questions. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എഴുതി അവസാനം നമുക്കിതെല്ലാം ഓടിച്ചു പോകുന്നതിന് മാത്രമേ സമയം കിട്ടുകയുള്ളൂ. അപ്പം ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ ചിലപ്പം വളരെ സ്പീഡായിട്ട് നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് പഠിപ്പിച്ചു പോകും. പക്ഷേ ആ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് ടേക്ക് ബുക്സ്, അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്തോളണം. അപ്പോൾ ഇന്നിവിടെ ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി, നമുക്കറിയാം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഓഫ് ബ്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് അതിൽ ബ്രെയിനിൽ, ഇപ്പോൾ ഇന്ന് CNS ആണ് നമ്മൾ തുടങ്ങുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഓഫ് ബ്രെയിനിൽ നമുക്കറിയാം ബ്രെയിനിൽ വരുന്നത് 3 ബ്രെയിൻ ഇൻഫെക്ഷൻസ് ആണ്. 1 മെനിഞ്ചൈറ്റിസ്, 2 എൻസെഫലൈറ്റിസ്, 3 ബ്രെയിൻ ആബ്സസ്. അപ്പം മെനിഞ്ചൈറ്റിസ് മീൻസ് ഐറ്റിസ് എന്ന് പറയുന്ന ടേം നമ്മൾ ഏതിൻ്റെ കൂടെ ചേർത്തിരുന്നാലും ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. അപ്പം മെനിഞ്ചൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് ഓർ കവറിങ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്നുള്ളതാണ്. എൻസെഫലൈറ്റിസ് മീൻസ് ഇറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ആബ്സസ് മീൻസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പസ് ഇൻ ദ ബ്രെയിൻ പാരൻകൈമ. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആ 3 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. 1 മെനിഞ്ചൈറ്റിസ്, 2 എൻസെഫലൈറ്റിസ്, 3 ബ്രെയിൻ ആബ്സസ്. ഇതാണ് നമുക്ക് സാധാരണ ബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻസ്. ഇപ്പം മെനിഞ്ചൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ, മെനിഞ്ചസ് ഓർ ദ കവറിങ് ഓഫ് ബ്രെയിൻ ആൻഡ് spinal cord. Then encephalitis means inflammation of the brain, but at the same time brain abscess is a collection of pus in the brain parenchyma. പക്ഷെ നമുക്കറിയാം ഈ ബ്രെയിൻ ഇൻഫെക്ഷൻസ് മേ ബി കോസ്ഡ് ബൈ മെനി റീസൺസ്, മെനി ഓർഗാനിസംസ്. ബാക്ടീരിയ മേ കോസ്, viral infections may be there, fungi may be there, as well as some chemicals also will cause brain infections. ഇപ്പോൾ ബാക്ടീരിയ, ഇപ്പോൾ tuberculous meningitis is a bacterial infection. അതേസമയം മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതുപോലെ തന്നെയാണ് വൈറസ് വിൽ കോസ് വൈറൽ മെനിഞ്ചൈറ്റിസ്. Similarly, fungal meningitis may be there. Similarly, some chemical products, നമുക്കറിയാം blood collected in the subarachnoid space, that will cause brain infections, that will act as an irritant there. Similarly, contrast used for some investigations. ഇപ്പോൾ ഏതെങ്കിലും കോൺട്രാസ്റ്റുകൾ ബ്രെയിനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ that will act as collected there, that will act as a chemical that may lead to brain infections. അതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ കോൺട്രാസ്റ്റുകൾ കൊടുത്തിരുന്നാലും നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് വിൽ ബി ഗിവൺ ടു ദ പേഴ്സൺ ഇൻ ഓർഡർ ടു ഇവാക്യുവേറ്റ് ഓൾ ദ ഡൈ ഓർ എക്സ്ക്രീറ്റ് ഓൾ ദ ഡൈ ഫ്രം ദ ബോഡി. സോ ദീസ് ആർ സം ഓഫ് ദ റീസൺസ് ഓർ കോസസ് ഫോർ ബ്രെയിൻ ഇൻഫെക്ഷൻ. ദെൻ CNS ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്കറിയാം ബ്രെയിനിലെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് മേ ബി ബ്ലഡ് സ്ട്രീമിൽ കൂടെ ഉണ്ടാകാം. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന വ്യക്തിക്ക് ത്രൂ ദ ബ്ലഡ് സ്ട്രീം ദ പേഴ്സൺ മേ ഡെവലപ്പ് എ ബ്രെയിൻ ഇൻഫെക്ഷൻ. അതല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഫ്രം എ പ്രൈമറി സൈറ്റ്, എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വേറൊരു ബ്രെയിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാം.
പിന്നെ അല്ലെങ്കിൽ ദാറ്റ് ഈസ് അലോങ് ദ ക്രേനിയൽ ആസ് വെൽ ആസ് ദ സ്പൈനൽ നെർവ് റൂട്ട് വഴിയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഇല്ല എങ്കിൽ സം പെനിട്രേറ്റിംഗ് വൂൺസ്, നമുക്കറിയാം ബ്രെയിനിൽ നമുക്കൊരു ഹെഡ് ഇഞ്ചുറി വന്നാൽ സ്കാൽപ്പ് ഇഞ്ചുറി മേ ബി ദെയർ, ബ്രെയിൻ പാരങ്കൈമ മേ ഗെറ്റ് ഇഞ്ചുവേർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചുറി വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഇഞ്ചുറി മേ ലീഡ് ടു മെനിഞ്ചൈറ്റിസ് എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ റീസൺസ് വൈ the person is developing a brain injury. അപ്പോൾ നമുക്കറിയാം when we think about the mortality rate, പല കാര്യങ്ങൾ കൊണ്ടും ബ്രെയിനിന് അസുഖങ്ങളുണ്ട്, ബ്രെയിൻ ട്യൂമേഴ്സ്, ബ്രെയിൻ ഇൻഫെക്ഷൻസ്, ഇങ്ങനെയുള്ള പല റീസൺ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലുള്ള ഗില്ലിയൻ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ദെൻ ട്യൂമേഴ്സ്, ഇങ്ങനെയുള്ള നിയോപ്ലാസംസ് ഉണ്ടാകാം. പക്ഷേ ഇതിലെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേനും മോർട്ടാലിറ്റി റേറ്റ് ഫോർ ബ്രെയിൻ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് 10 to 30%. അപ്പോൾ 30% ബ്രെയിൻ ഇൻഫെക്ഷൻസ് വരുന്നു. മറ്റുള്ളതെല്ലാം കൂടെ 70%, ബ്രെയിൻ ട്യൂമേഴ്സും ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സും എല്ലാം കൂടെ 70%, 30% എക്സ്ക്ലൂസീവ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെയിൻ ഇൻഫെക്ഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രെയിൻ ഇൻഫെക്ഷൻസ് വിൽ ബി ഡെഫിനറ്റ്ലി മോർ എമംഗ് ഓൾഡർ പേഴ്സൺസ്. നമുക്കറിയാം സസെപ്റ്റബിലിറ്റി വിൽ ബി moreover they will be liable to develop respiratory infections. For respiratory infection in adults, അവരുടെ റെസിസ്റ്റൻസ് പവർ വിൽ ബി ലോവേഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോൾ ഫ്രം ദർ ഈസ് ചാൻസ് ഫോർ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ടു ദ ബ്രെയിൻ. അപ്പോൾ ഇവിടെ ഓൾഡർ പേഴ്സൺസിന് വളരെ റേറ്റ് കൂടുതലാണ്. ദെൻ അഥവാ who recovers from the condition, definitely they will be leading to disabilities, cranial nerve disability, അല്ലെങ്കിൽ some residual problem will remain after recovery of the person. Especially cranial dysfunction വരുമ്പോൾ നമുക്കറിയാം ഡിപ്പെൻസ് അപ്പോൺ ദ type of the cranial nerve involved, the person will be developing different types of symptoms. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതിൽ മോസ്റ്റ് ഓഫ് ദാറ്റ് വെൻ ടൈം പാസസ് മോസ്റ്റ് ഓഫ് ദ സിംറ്റംസ് വിൽ ബി ഡിസപ്പിയറിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹിയറിംഗ് ലോസ് മേ ബി ദെയർ ആസ് എ പെർമനൻറ്റ് വൺ. സാധാരണ ഹിയറിംഗ് ലോസ് നമുക്ക് CNS ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വി ക്യാൻ സി ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഞാൻ പറഞ്ഞു മെനിഞ്ചൈറ്റിസ്, encephalitis as well as a brain abscess are the 3 CNS infections usually a human being will develop. Bacterial meningitis is a very common type of meningitis. Meningitis is bacterial meningitis, viral meningitis, fungal meningitis, tuberculous meningitis പോലുള്ള പല ടൈപ്പ് meningitis are there. പക്ഷേ ബാക്ടീരിയൽ meningitis ആണ് നമുക്കറിയാം. This is an acute inflammation of the meningeal tissue or meninges surrounding the brain and the spinal cord ആണ്. അപ്പം നിങ്ങളുടെ ഡെഫിനേഷൻ ചോദിക്കുമ്പം മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ മാത്രമേ, കാരണം മെനിഞ്ചസ് വിൽ ബി എ ലൈനിങ് ദാറ്റ് കവേഴ്സ് ബ്രെയിൻ ആസ് വെൽ ആസ് സ്പൈനൽ കോഡ്. അത് സ്പൈനൽ കോഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഒരു കവറിംഗ് ആണ്. ഇത്രയും പറയുമ്പോൾ മാത്രമേ മെനിഞ്ചൈറ്റിസിൻ്റെ ഡെഫിനിഷൻ ഈസ് കംപ്ലീറ്റ്. സോ വെൻ വി തിങ്ക് അബൌട്ട് ദ etiology, എങ്ങനെയൊക്കെയാണ് മെനിഞ്ചൈറ്റിസ്, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, നൗ വി ആർ ഡീലിംഗ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള നമുക്കറിയാം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ, വൺ ഓഫ് ദ ഓർഗാനിസംസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ, അതുപോലെ തന്നെ നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗാനിസം ഈസ് ദെയർ. സിമിലർലി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഈസ് ദെയർ. ഇങ്ങനെ പല പല ഓർഗാനിസംസ് ആർ ദെയർ വിച്ച് ആർ കോസിങ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ് തന്നെ അതിന് ഒരു 13 ഡിഫറെൻറ്റ് സബ് ടൈപ്സ് ആർ ദെയർ. ABC ആസ് വെൽ എസ് YW എന്ന് തുടങ്ങുന്ന ഡിഫറെൻറ്റ് സബ് ടൈപ്സ് ഓഫ് നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ് ആർ ദെയർ. ഇതിനകത്ത് ABC YW എന്ന് തുടങ്ങുന്നത് കോമൺ സബ് ടൈപ്സ് ഓഫ് നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ് ദാറ്റ് വിൽ കോസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് pneumonia അല്ല, സ്ട്രെപ്റ്റോകോക്കസ് pneumoniae is the organism that causes bacterial meningitis very often. പക്ഷെ നമുക്കറിയാം മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, എസ്പെഷ്യലി കേരളത്തിൽ ഈ TBയുടെ റേറ്റ് കൂടുതലാകുമ്പോൾ അവിടെ നിന്ന് ദാറ്റ് വിൽ ത്രൂ ദ ബിലിയറി സ്പ്രെഡ് ദാറ്റ് വിൽ റീച്ച് ബ്രെയിൻ ആൻഡ് ദ പേഴ്സൺ വിൽ ബി ഡെവലപ്പിംഗ് ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഈ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിൽ ഉണ്ടാക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ.
Similarly, hemophilus influenzae also will cause bacterial meningitis. പക്ഷെ നമുക്കറിയാം it was a high causing high incidence of meningitis once. പക്ഷെ ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയെ കൊണ്ടുള്ള meningitis is nowadays very rare, because we know that influenza vaccine is available in almost all of the preventive clinic, and the persons who are liable to develop meningitis, like who are receiving chemotherapy, cancer patients, renal disorder patients, chronic diabetes, അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് എല്ലാം who are liable to develop severe infection can be taken influenza vaccine yearly to prevent development of infections. അതുകൊണ്ട് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ വന്ന് മെനിഞ്ചൈറ്റിസ് വരുന്ന റേറ്റ് ഇപ്പോൾ വളരെ കുറവാണ് ബിക്കോസ് ഓഫ് the influenza vaccine. So at the same time, through upper respiratory infection of the sinus, otitis media, infected teeth, ഇവിടെ നിന്നെല്ലാം there is possibility to get into the brain. Like that also the person may develop meningitis. അപ്പോൾ ഇവിടെ പെനിട്രേറ്റിംഗ് വൂൺസ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാബ് ഇഞ്ചുറിയോ ഹെഡ് ഇഞ്ചുറിയോ ആക്സിഡൻറ്റ്സ്, ഇതിൽ നിന്നെല്ലാം മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് വാട്ട് ആർ ദ കോസസ്. ഇപ്പോൾ കോസസ് അല്ലെങ്കിൽ ഇറ്റിയോളജി നമ്മൾ പറഞ്ഞത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് നൈസീരിയ മെനിഞ്ചൈറ്റിസ്, ബട്ട് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്, നമ്മുടെ ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ ആർ ദ കോമൺ ഓർഗാനിസംസ് വിച്ച് ആർ കോസിങ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. But at the same time നമുക്കറിയാം, once the organism entered through any source, any route, once it reaches the brain, there will be നമുക്കറിയാം ഒരു ഓർഗാനിസം കയറി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ് will be there. Once the inflammatory process is there, that will cause increased production of CSF, thereby ICP will be increased, purulent secretion will be formed, but at the same time that will be circulating through the CSF, so the areas of brain and the cranial nerves, cranial parenchyma, everything will be affected. So whenever there is affected area in the cranial nerves, the person will be developing symptoms based on the cranial nerve affected. So you know what up here I want to give an aside, along with that you have to do what are the cranial nerves, or right functions of each and every cranial nerve. ഓരോ cranial nerve affect function എഴുതി കഴിയുമ്പോൾ നമുക്ക് optic, for example optic nerve affect ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് it supplies the eye. So definitely vision will be affected there, diplopia may be there, ptosis or the drooping will be there. So here whichever may be the cranial nerve affected, the particular function of that cranial nerve will be affected, and the symptom may be depends upon the affected cranial nerve. So what here I am suggesting now is you write a special assignment on different cranial nerves, adinte പേര് എഴുതുക, അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക, if it is affected what are the functions will be affected എന്നുള്ളതും കൂടെ എഴുതി വയ്ക്കുക. അല്ലാതെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ക്ലാസ്സിൽ കൂടെ പറയാൻ പറ്റത്തില്ല, അത് നിങ്ങൾ നോട്ട് എഴുതിയിട്ട് നിങ്ങൾ എഴുതി വെച്ചോളണം. അതിൽ നിന്ന് ചിലപ്പം cranial nerve, name the seventh cranial nerve, നമുക്കറിയാം ഫേഷ്യൽ നെർവാണ്. നമ്പർ 2 എന്താണ്, നമ്പർ 1 എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോസിസ് എന്ന് പറഞ്ഞ് തന്നിട്ട് വിച്ച് ക്രേനിയൽ നെർവ് ഈസ് അഫക്റ്റഡ്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. അതിന് യു ഹാവ് ടു റൈറ്റ് എ പ്രൊഫൈൽ ഓൺ ക്രേനിയൽ നെർവ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. അത് എല്ലാവരും എഴുതിക്കൊള്ളണം. അപ്പം നമുക്ക് മനസ്സിലായത് ദ ലൈനിങ് ഓഫ് ബ്രെയിൻ ഈസ് അഫക്റ്റഡ്, എക്സഡേറ്റ് വിൽ ബി ഫോംഡ്, അഫക്റ്റഡ് സ്പൈൻ, ക്രേനിയൽ നെർവ്സ് വിൽ ബി അഫക്റ്റഡ്, ഓർ ബ്രെയിൻ ഇറ്റ്സെൽഫ് വിൽ ബി അഫക്റ്റഡ്, ഈസ് വി വിൽ കോൾ ഇറ്റ് ആസ് encephalitis. നമുക്കറിയാം encephalitis is the complication of sometimes meningitis. Meningitis the only covering is affected, അതേസമയം encephalitis brain parenchyma or the brain itself is affected. That is the main difference between encephalitis and meningitis. So once the increased ICP is there the patient's problem starts. This is in short about the pathophysiological changes. So we have seen what are the etiology, what is the pathophysiological changes in the patient's body happens once the inflammatory response occurs. ഞാൻ പറഞ്ഞു ICP കൂടും, CSF will be obstructed. അതുകൊണ്ട് ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ചില കുട്ടികൾക്ക് ഹൈഡ്രോസെഫാലസിലോട്ട് പോകുന്നത്.
Then next is clinical manifestation of bacterial meningitis. അപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമുക്കറിയാം സൈൻസ് ആൻഡ് സിംറ്റംസ്. അപ്പോൾ ഏത് ക്രൈനിയൽ ഇൻഫെക്ഷൻ വന്നാലും എസ്പെഷ്യലി മെനിഞ്ചൈറ്റിസ്, കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് മെനിഞ്ചൈറ്റിസിൻ്റെ സിംറ്റംസ് ആയിട്ടൊക്കെ വരും. ഹെഡേക്ക്, ഡ്രൗസിനെസ്, അതുപോലെ തന്നെ ICP കൂടെ നോസിയ, വോമിറ്റിംഗ്, പിന്നെ ഫോട്ടോഫോബിയ മേ ബി ദെയർ. ദേ കനോട്ട് അക്കോമഡേറ്റ് ലൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോഴും ഒരു ലൈറ്റ് ഫ്രീ ആയിട്ടുള്ള റൂമിൽ വേണം, അല്ലെങ്കിൽ മൈൽഡ് ലൈറ്റുള്ള റൂമിലോട്ട് വേണം ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെ കിടത്തുന്നതിനൊക്കെ. ഫോട്ടോഫോബിയ, ദേ കനോട്ട് അക്കോമഡേറ്റ് ലൈറ്റ്. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് ഫീവർ, ഹെഡേക്ക് കാണും, ദെൻ നോസിയ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ നക്കൽ റിജിഡിറ്റി വിൽ ബി ദെയർ. NUCHAL, നക്കൽ റിജിഡിറ്റി. അതിന് നമ്മൾ നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും. നെക്ക് സ്റ്റിഫ്നെസ്, നക്കൽ റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് സ്റ്റിഫ്നെസ്, കഴുത്തൊക്കെ അങ്ങോട്ട് മടക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. നെക്ക് സ്റ്റിഫ്നെസ് വിൽ ബി ദെയർ. നമുക്കറിയാം ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ കാണുന്ന ഒരു സിംറ്റമാണ് കേണിംഗ് സൈൻ. കേണിംഗ് സൈൻ വിൽ ബി ദെയർ. അപ്പോൾ ഈ കേണിംഗ് സൈൻ വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. പേഷ്യൻറ്റിനെ നമ്മളിങ്ങനെ കിടത്തിയിട്ട് വെൻ വി സ്റ്റാർട്ട് ടു extend the legs and the person will be feeling some pain on the calf muscle. ആ മസിലിൻ്റെ പേരാണ് ഹാംസ്ട്രിങ് മസിലാണ്. നമുക്ക് വരുന്ന സ്പാസം കൊണ്ടാണ് the person will be having a positive കേണിങ്സ് സൈൻ, അല്ലെങ്കിൽ കേണിങ്സ് പോസിറ്റീവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പുസ്തകം എടുത്ത് ഈ സ്പെല്ലിംഗ് എല്ലാം മനസ്സിലാക്കി നോക്കണം. കാരണം ഇതിലോട്ട് എഴുതി കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ കേണിങ്സ് പോസിറ്റീവ് അറിയാം. പിന്നെ അതുപോലെ തന്നെ ബ്രൂഡ്സ്കിൻസി സൈൻ പോസിറ്റീവ് ആയിരിക്കും. BRUDZIN, ബ്രൂഡ്സ്കിൻസ്കി സൈൻ പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഇതെല്ലാം നമുക്കിതിനകത്ത് കാണുന്ന സയൻസാണ്. ഇതെല്ലാം നമ്മുടെ പുസ്തകത്തിനകത്ത് ഓരോന്ന് എന്താന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ തല മടക്കാൻ ഒരുങ്ങുമ്പോൾ നാച്ചുറലി ഹിപ്പ് ഓൾസോ വിൽ ബി ഡ്രോൺ ബാക്ക്. ബ്രൂഡ്സ്കിൻസി സൈൻ വിൽ ബി പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് മെനിഞ്ചൈറ്റിസ്. ഇതെല്ലാം ചില ഇപ്പോൾ ഫോട്ടോഫോബിയ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. മെനിഞ്ചൈറ്റിസ് വരുന്ന പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് മെനിഞ്ചൈറ്റിസ് വന്നു കഴിയുമ്പോൾ അവൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഓൾട്രേഷൻ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ഫൈനലി if the patient is not admitted in time, not given the treatment in time, definitely the person will be, the functions of brain will be deteriorating, അല്ലെങ്കിൽ അത് പുറകോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ സൈൻസ് ഓഫ് ഇൻക്രീസ്ഡ് ICP. നമുക്കറിയാം സൈൻസ് ഇൻക്രീസ്ഡ് ICP അല്ലെങ്കിൽ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുമ്പോൾ ഏത് ക്രൈനിയൽ പ്രോബ്ലം വന്നാലും ICP വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ വരുന്നതാണ് സിവിയർ വോമിറ്റിംഗ്, സിവിയർ നോസിയ, വോമിറ്റിംഗ്, എസ്പെഷ്യലി പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആയിരിക്കും. ഡിപ്ലോപ്പിയ മേ ബി ദെയർ, പാപ്പിലഡീമ മേ ബി ദെയർ. പാപ്പിലഡീമ മീൻസ് എഡീമ ഇൻ ദ ഓപ്റ്റിക് ഡിസ്ക് ആണ് എഡീമ. അപ്പം നിങ്ങൾ സാധാരണ നമ്മൾ അറിയാതെ വിത്തൗട്ട് നോയിങ് ദ മീനിങ് വി മേ ഇൻ്റർചേഞ്ചബിളി യൂസിങ് ദീസ് ടു ടേംസ്, ദാറ്റ് ഈസ് പാപ്പിലഡീമ ആൻഡ് പെരി ഓർബിറ്റൽ എഡീമ. പെരി ഓർബിറ്റൽ എഡീമ എന്ന് പറഞ്ഞാൽ എഡീമ എറൗണ്ട് ദ ഐസാണ്. എഡീമ എറൗണ്ട് ദ ഐസാണ് പെരി ഓർബിറ്റൽ എഡീമ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് റീനൽ ഡിസ്ഫങ്ഷൻ. I think you are following the differences. Papilledema means edema in the optic disc. That is because of the pressure exerted in the optic nerve due to increased ICP. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് some person may lead to coma. About 5 to 10% of people with brain infections or bacterial meningitis will lead to coma, and about 1/3 of the person will be developing seizure. Seizure means abnormal electrical impulses started in the brain that will be manifested as seizures or epileptic type of movements. അതാണ് seizure എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/3 of the patients with bacterial meningitis will be leading to seizures. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് വി ആർ ഗിവിങ് ഫെനിറ്റോയിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ആസ് ആൻ ആൻറ്റി സീഷർ മെഷേഴ്സ്. അടുപ്പിച്ചടുപ്പിച്ച് സീഷർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാകുന്ന ഈ ഫ്യൂച്ചറിൽ കുട്ടിയുടെ അത് പേഴ്സണാലിറ്റി വിൽ ബി അഫക്റ്റഡ് ആസ് വെൽ എസ് ഇൻ്റലിജൻസ് ഇറ്റ് സെൽഫ് വിൽ ബി അഫക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആകുന്നതും ഈവൻ എ സിംഗിൾ എപ്പിസോഡ് ഓഫ് സീഷർ മസ്റ്റ് ബി പ്രിവെൻറ്റഡ് ഓർ അവോയ്ഡഡ് എന്ന് പറയുന്നത്. പിന്നെ ഇറിറ്റബിലിറ്റി.
ബ്രെയിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഇറിറ്റബിൾ ആയിരിക്കും, ഓർ ദ പേഴ്സൺ വിൽ ബി ഹൈലി ഇറിറ്റബിൾ ആയിട്ട്. IC കൂടുമ്പോൾ പേഷ്യൻസ് വിൽ യൂഷ്വലി ഇറിറ്റബിൾ. അപ്പോൾ ഇറിറ്റബിലിറ്റി വിൽ ബി ദെയർ. നൗ ഐ ആം ടെല്ലിങ് ഓൾ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഇത് മെനിഞ്ചൈറ്റിസിൽ സാധാരണ വരുന്ന ഒരു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ് മെനിഞ്ചോകോക്കസ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചോകോക്കസ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരായതുകൊണ്ട് ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് റിന്യൂ ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മെനിഞ്ചോകോക്കസ് മെനിഞ്ചൈറ്റിസ് ഇതിൽ നമുക്ക് സാധാരണ ഇതൊരു അക്യൂട്ട് മെഡിക്കൽ എമർജൻസിയാണ്. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മെഡിക്കൽ എമർജൻസീസ്. അപ്പോൾ കോമൺ മെഡിക്കൽ എമർജൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ കൊച്ചു കുട്ടികളിൽ പോലും മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മെഡിക്കൽ എമർജൻസി. അപ്പോൾ ഇവിടെ ഇത് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആണോ മറ്റ് മെനിഞ്ചൈറ്റിസിൽ നിന്നും ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഈസ് യൂഷ്വലി സം സ്കിൻ റാഷസ് വിൽ ബി സീൻ or petechiae will be seen. Petechiae എന്നത് ബ്ലീഡിങ് പോയിൻറ്റ്സ് ആയിരിക്കും. വിൽ ബി സീൻ ഇൻ ദ ട്രങ്ക്, ലോവർ എക്സ്ട്രിമിറ്റീസ്, മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ഫൈൻഡിങ്സ് ഓഫ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഹൗ വി ക്യാൻ മെയിൻലി ഡിഫറൻഷിയേറ്റ് meningitis from meningococcal meningitis is in meningococcal meningitis some type of skin rashes, petechiae type of lesions especially seen in the trunk, മ്യൂക്കസ് മെംബ്രെയിൻ, ലോവർ എക്സ്ട്രിമിറ്റീസ്. അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു.